യേശു ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരമനുസരിച്ചാൽ നമുക്കൊരു കീടുമാവനാകിലും. കൃപാരുളിടുമേ ബലമണിക്കുമേ, കൃപാരുളിടുമേ ബലമണിക്കുമേ, മാറമധുരമായി മാറ്റിയിടുമേ, മാറമധുരമായി മാറ്റിയിടുമേ. യേശു 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 ആരിലും വലിയവൻ. യേശു 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 ആരിലും മതിയായവൻ. ദൈവത്തെ സ്നേഹിക്കുമ്പോൾ സർവം നന്മയ്ക്കായി ഭവിച്ചിടുന്നു. തിരുസ്വരം അനുസരിച്ച കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ദൈവത്തെ സ്നേഹിക്കുന്നവർ തിരുസ്വരം, അവൻ്റെ ശബ്ദം കേട്ട് നടക്കുന്നവർക്ക് കൃപയും സമാധാനവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. നന്മ മാത്രമേ കാണത്തുള്ളൂ. അന്യൻ്റെ ശബ്ദം ആടുകൾ കേൾക്കത്തില്ല. സോ ഈ ഡിസംബർ 31 നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഈ വർഷം എല്ലാ വർഷത്തെ പോലെ വളരെ പ്രാർത്ഥനയോടെ എടുക്കുന്ന ഒരു തീരുമാനമാണ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്. ഒരു മനുഷ്യൻ്റെ ആയുസ് അല്ലേ, പുരുഷായുസ് മുഴുവൻ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ ജനങ്ങളെ സേവിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പല മേഖലകളിലുള്ളവർക്ക് കഴിഞ്ഞ 10 വർഷമായി നാഷണൽ അവാർഡ്, ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കൊടുക്കാറുണ്ട്. ഡിസംബർ 31 നമ്മൾ നമ്മുടെ നെഹ്റു സ്റ്റേഡിയത്തിലെ മീറ്റിങ്ങിൽ കഴിഞ്ഞ 10 വർഷവും അതുപോലെ ജീവിതം ഒഴിഞ്ഞു വെച്ചവർക്ക് കൊടുക്കാൻ, ഹെവൻലി ഫീസ്റ്റിനെ ആദരിക്കാൻ. പക്ഷേ ഈ വർഷം ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അല്ല, ലൈഫ് ടൈം ഓണർ അവാർഡ് കൊടുക്കും. വളരെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നീന സഹോദരിക്ക് ഒരു ദർശനമുണ്ടായി. ബ്രദർ എന്നോട് പറയാണ്, തോമസ് കുട്ടി ബ്രദറെ, നമുക്ക് ഈ തവണ ഇന്ത്യയിൽ അല്ല ലോകത്ത് തന്നെ ആദരിക്കേണ്ട, എന്നാൽ പലരും മറന്നുപോയ എന്ന് പറയാവുന്ന ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, DGS ദിനകരൻ അങ്കിളുടെ ജീവിത പങ്കാളി സ്റ്റെല്ല ദിനകരൻ ആൻറ്റിയാണ്. ഇതെന്നോട് പറയുമ്പോൾ, തങ്കു ബ്രദർ ഇതെന്നാ ഈ പറയുന്നത്? ഇന്നലെ നീന എൻ്റെ ജീവിത പങ്കാളി ആ കുടുംബത്തെ ദർശനത്തിൽ അങ്കിളിനെയും എല്ലാം കാണുകയാണ്. ഞാൻ ഞെട്ടിപ്പോയി. വാസ്തവത്തിൽ ഓണർ ടു ദോസ് ഹൂം ഓണർ ഇസ് ഡ്യൂ എന്ന് ദൈവരാജ്യത്തിൻ്റെ തത്വം. മാനം കൊടുക്കേണ്ടവന് മാനം. യെസ്. അപ്പം DGS ദിനകരൻ അങ്കിൾ എന്ന് പറയുന്നത് ഞാനുമായിട്ട് വ്യക്തിപരമായ ഒത്തിരി അടുപ്പമാണ് കുടുംബം. അത് പല പ്രാവശ്യമായിട്ട് പല വർഷങ്ങളുടെ ബന്ധം. എന്നാൽ ഈ വർഷം ഉള്ളിൽ ഇങ്ങനെ തള്ളി വരുവാണ്, പരിശുദ്ധാത്മാവിൽ 87 വയസ്സായി, എന്നാൽ ഇന്നും ശുശ്രൂഷിക്കാനും പ്രാർത്ഥിക്കാനും സമയം ചെലവഴിക്കുന്ന, ഉപവസിക്കാനും സമയം ചെലവഴിക്കുന്ന സിസ്റ്റർ സ്റ്റെല്ല ദിനകരനെ ഓണർ ചെയ്യണം. ലൈഫ് ടൈം ഓണർ അവാർഡ്. കാര്യം എന്ന് ചോദിച്ചാൽ, മറ്റേത് വിദേശികൾ വന്ന് ഇവിടെ ക്രൂസൈഡുകൾ നടത്താറുണ്ട്. പക്ഷേ അതിനെ തിരുത്തി എഴുതിയതാണ് ദിനകരൻ അങ്കിൾ.
അനേക വലിയ ശുശ്രൂഷകരെ എഴുന്നേൽപ്പിച്ചു അവരുടെ പവർ മിനിസ്ട്രിയിലൂടെ. അങ്ങനെ ഒരു ചരിത്രമാണ്, ഒരു ഹിസ്റ്ററിയാണ് DGS ദിനകരനുണ്ട്. എന്നെക്കാളും പ്രായത്തിൽ ലേശം മൂത്തതാണ് ഡോക്ടർ പോൾ ദിനകരൻ. പക്ഷേ എപ്പോഴും എൻ്റെ മനസ്സിനകത്തൊരു മകനെ പോലെയാണ്. കാര്യം എൻ്റെ ബന്ധം അങ്കിളുമായിട്ട്. സോ ഈ വർഷം ഡിസംബർ 31 സിസ്റ്റർ സ്റ്റെല്ല ദിനകരനായിരിക്കും ലൈഫ് ടൈം ഓണർ ചെയ്യാൻ പോകുന്നത്. തങ്കുബ്രദറെ, ഞാനിന്ന് തങ്കുബ്രദറിൻ്റെ ഈ ഭവനത്തിൽ വന്നിരിക്കുമ്പോൾ തങ്കുബ്രദറിനെ ഒരു ഉണർവിൻ്റെ മുമ്പിൽ കർത്താവ് ഉപയോഗിച്ചു. ഇന്നും ഇനി അടുത്ത 30, 60, 100 മേനിയിലേക്ക് പോവുക. അപ്പോൾ പലരും കാണാത്തൊരു മുഖമുണ്ട്. അത് അനിസിസ്റ്ററുടെ മുഖം. അത് റോണക്കിനോട് പറഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് ഞാനിന്ന് ശുശ്രൂഷയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നീന നടന്നൊരു ഭാഗമുണ്ട്. ഈ സ്റ്റെല്ല ആൻറ്റി എന്ന് പറയുന്ന ആളെ ആദരിക്കുമ്പോൾ ദിനകരൻ അങ്കിൾ ചെയ്ത ശുശ്രൂഷയിൽ അതുപോലെ ആ ദൈവദാസി നിന്നതുകൊണ്ട് അദ്ദേഹം കടന്നുപോയ പ്രതിസന്ധികൾ അറിയാമല്ലോ. മകളുടെ മരണസമയത്ത് പല വെല്ലുവിളികൾ, പ്രത്യേകിച്ചും അത് വലിയ വിഷമകരമായ അനുഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉണ്ടായ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ആരോടും പറയാൻ വയ്യ. അതുപോലെ വിഷമത്തിലൂടെ ഘട്ടത്തിൽ പോകുമ്പോൾ അദ്ദേഹം പറയും, തമ്പി കം എന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ അവിടെ ചെല്ലും, കൂടെ ഇരിക്കും, കാലൊക്കെ തിരുമ്മി കൊടുക്കും, പല ഹൃദയത്തിലെ കാര്യങ്ങൾ സംസാരിക്കുക. സോ അത് സ്റ്റെല്ല സിസ്റ്ററിനാണ് ഇത്തവണ ഡിസംബർ 31 ഓണർ ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇത് ഒരു സർപ്രൈസ് ആയിരുന്നു ഡോക്ടർ പോൾ ദിനകർ. അവരുടെ ഇവൻസിലെ മാനേജർ വന്നപ്പം പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ അമ്മാവിന് ആദരം കൊടുക്കാൻ ഞങ്ങൾ മറക്കുമ്പോൾ ഇതൊരു ഞെട്ടലോടെയാണ് ഞങ്ങളുടെ കൺമുമ്പിൽ ഇരിക്കുന്ന അമ്മയെ നിങ്ങൾ ആദരിക്കാനായിട്ട്. അല്ലാതെ വെറും തങ്കുബ്രദറിന്റെ മനസ്സിൽ ഉദിച്ച ഒരു കാര്യം അല്ലെന്നുള്ളതുകൊണ്ടാണ് ആ ദർശനം നീനായിക്ക് ഉണ്ടാകുക. അത് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. സോ ഡോക്ടർ പോൾ ദിനകരൻ, സിസ്റ്റർ ഇവാഞ്ചലിൻ ദിനകരൻ, അവർ രണ്ടുപേരുമുണ്ട്. മോളും വരാനിരുന്നതാണ്, പക്ഷേ ഈ സമയത്ത് വരാൻ പറ്റിയില്ല. ഈ മോൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, അമേരിക്കയിലാണ്. അപ്പോൾ മോക്കും വരണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു, വരുന്നില്ല. പക്ഷേ ഈ ഡിസംബർ 31 ഡോക്ടർ പോൾ ദിനകരൻ സിസ്റ്റർ ഇവാഞ്ചലിൻ ദിനകരനും ശുശ്രൂഷിക്കും. സോ ഇത് ഈ വർഷത്തെ ഡിസംബർ 31 ശുശ്രൂഷയിൽ പല പല പ്രത്യേകതകളുണ്ട്. വാസ്തവത്തിൽ 2026 ഇയർ ഓഫ് ഡിവൈൻ കണക്ഷൻസ്. അതുകൊണ്ടാണ് ഈ ഇവൻറ്റിനെ തന്നെ കണക്റ്റ് 2026 എന്ന് വിളിച്ചിരിക്കുന്നത്. കണക്റ്റ് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അതിൻ്റെ അർത്ഥം തന്നെ ഏതൊക്കെ മേഖലകളിൽ മാനസാന്തരപ്പെട്ട് ദൈവവുമായിട്ട് റീകണക്റ്റഡ് ആകാൻ. കാര്യം കർത്താവിൻ്റെ വരവിൻ്റെ കൗണ്ട് ഡൗൺ ഇയറും കൂടെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സോ വി ആർ എക്സൈറ്റഡ്. നിങ്ങളുടെ പ്രാക്ടീസൊക്കെ എങ്ങനെ നടക്കും? പ്രാക്ടീസ് എല്ലാം നടക്കുന്നു. വി ആർ ഓൾ ഇൻ വെരി മച്ച് എക്സ്പെക്റ്റേഷൻ. വളരെ പ്രതീക്ഷയിലാണ്. സോ കണക്റ്റ് ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ ഇരുന്നപ്പോൾ കർത്താവ് പറഞ്ഞത് സ്വർഗം കുറേ തീരുമാനങ്ങൾ ഭൂമിയിൽ ചെയ്യാൻ പോകുന്ന ഒരു രാത്രിയായിത്തീരും. പലരുടെ ജീവിതങ്ങൾ, പേഴ്സണൽ ജീവിതത്തിൽ ആ കണക്റ്റ് എന്ന് പറയുന്നത് ഹെവൻ ഇസ് ഗോയിങ് ടു കണക്ട് ഇൻ ടു മെനി ഏരിയാസ് ഓഫ് മെനി ഓഫ് യുവർ ലൈഫ്സ് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞായിരുന്നു അനേക സൗഖ്യങ്ങൾ നടക്കും. ഇറ്റ് ഇസ് ഗോയിങ് ടു ബി ദ ഗ്ലോറി ഓഫ് ഗോഡ് പാക്ഡ് ഇൻ ദാറ്റ് സ്റ്റേഡിയം. സോ ബി എക്സൈറ്റഡ്. കണക്റ്റഡ് ആയാൽ സ്വർഗത്തിൽ ദൈവം മൈക്ക് എടുക്കുമ്പോൾ നമ്മളൊരു സ്പീക്കർ പോലെ എന്ന് പറഞ്ഞാൽ എഫേർട്ട്ലെസ് ആവും. ശുശ്രൂഷകൾക്ക് ചിലർ പറയത്തില്ല, ശുശ്രൂഷയുടെ വേലയിൽ കഷ്ടപ്പാടും ഭാരമൊന്നുമില്ല, നിന്നാ മതി, സംസാരിക്കേണ്ടിവൻ സംസാരിക്കും. ഫാദർ ഹു ഡ്വെൽസ് ഇൻ മീ ഡസ് ഹിസ് വർക്ക്. അപ്പോസ്തലപ്രവൃത്തി 19 വരുമ്പോഴേ ഈ പൗലൂസിൻ്റെ മേത്ത് കിടന്ന തൂവാല കാണുമ്പം ഭൂതകളാണെങ്കിൽ എന്നാ ഇതിന് മാത്രം കഷ്ടപ്പെടാനുള്ളത്, ഇത് കൊണ്ടിടുമ്പോൾ അത് കണ്ട് ദുരാത്മാക്കളുള്ളത്, നിഴൽ കണ്ട് സൗഖ്യമുള്ളത്. സോ അതിൻ്റെ ഒരു വേറെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ആമേൻ.
അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. വലിയ മാൻറ്റൽസ് ആമേൻ. പകരപ്പെടുന്ന ഒരു ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇൻ ഷോർട്ട് വെരി വെരി എക്സൈറ്റിംഗ്. ഡിസംബർ 31 പറഞ്ഞാൽ 4 ദിവസം കൂടെ ഉള്ളൂ. വരുന്ന ബുധനാഴ്ചയാണ് 5 മണിക്ക് എന്ന് പറഞ്ഞാൽ 5 മണി എന്ന് പറഞ്ഞാൽ 5 മണിക്ക് തുടങ്ങും. കാരണം ആദ്യ ഭാഗങ്ങൾ ദിനകരൻ ഫാമിലി ഇവിടെ ശുശ്രൂഷിക്കും. അതുകൊണ്ട് തന്നെ വളരെയധികം ആൾക്കാർ അവരുമായിട്ടും കണക്റ്റഡായ ഒത്തിരി പേര് ഉണ്ടായിരിക്കും. ഉണർവിൻ്റെ തലസ്ഥാനം അഗ്നി ഇറങ്ങിയ സ്ഥലം ജെറൂസലേമാണ്. പക്ഷെ പൗലോസ് റോമിലെത്തുന്നതോടെ ഉണർവിൻ്റെ തലസ്ഥാനം റോമായി മാറി. അവിടെ നിന്നാണ് പിന്നീട് ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ സുവിശേഷം എത്തിയത്. ജെറൂസലേമിലായിരുന്നെങ്കിൽ അവിടെ ഒതുങ്ങിപ്പോയായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഹെവൻലി ഫീസ്റ്റിന് മേലുള്ള പ്രവചനം it is going to spread all over the world. Amen. He who carries the flame carries revival. Amen. Who carries the atmosphere of heaven. ഓർത്ത് നോക്കിക്കേ, ഒരു ഹോൾ ഹെഡ് ക്വാർട്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്യുക പൗലോസിൻ്റെ കൂടെ ഫ്രം ജെറൂസലേം ടു റോം എന്ന് പറഞ്ഞാൽ ഉന്നത സ്ഥാനങ്ങളെ വരെ തൊടുന്ന നിലയിൽ ഈ ഉണർവ് വ്യാപരിക്കാം. ആമേൻ. സോ ഇത് ആർക്കാന്നും കൂടെ വീണ്ടും ആവർത്തിച്ച് പറയാം, ചോയ്സാണ്. പൗലോസിന് വേണമെങ്കിൽ ജെറൂസലേമിൽ തന്നെ ബാക്കി ആയുസ് കളിയാം. പക്ഷേ ഇല്ല, കർത്താവ് പറഞ്ഞു നീ റോമിൽ ചെല്ലും. ആ ദൃഢനിഷ്ഠ. സോ ആ ഉറപ്പും ദാഹമുള്ളവർ വേണം വരാൻ. The focus should be to receive for the coming year, to renew yourself. ഒരു മാനസാന്തരപ്പെടുന്ന, റിഫ്രഷിംഗ് ആകുന്ന, മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുക. എന്നാൽ കർത്താവിൻ്റെ സന്മുഖത്തിൽ നിന്നും ആശ്വാസമല്ല, ഫ്രഷ് ആകുന്ന രസം. നഷ്ടപ്പെട്ടതൊക്കെ വീണ്ടും ഒരാൾ റീഫ്രഷ് ആകുന്ന പോലെ. അതാ നിങ്ങളുടെ ചെറിയ ആഗ്രഹം പോലും, ചെറിയ ആഗ്രഹം. അപ്പോസ്തല പ്രവൃത്തി 19 നമ്മൾ വായിക്കുന്നത് പൗലൂസ് എന്നറിയാം ജെറൂസലേമിൽ ചെല്ലുന്നതോടും തൻ്റെ അവസാനമാണ്. പക്ഷെ താൻ ഒരു കാര്യം അവസാനമായി ഒരു വാക്ക് പറയുന്നുണ്ട്, എനിക്ക് റോമ കാണണമെന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരാൾ ഡൽഹി ഒന്ന് സന്ദർശിച്ചാൽ, ഡൽഹി ഇതുവരെ കണ്ടിട്ടില്ല, ഭാരതത്തിൻ്റെ തലസ്ഥാനമാണല്ലോ. അപ്പോൾ റോമൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം റോം ഒന്ന് കണ്ടാൽ കൊള്ളാവുന്ന. എത്ര വാക്യാലും 19:21. 19:21. ഇത് കഴിഞ്ഞിട്ട് പൗലൂസ് മക്കദോന്യയിലും അഖായിലും കൂടെ കടന്ന് യെരുശലേമിലേക്കും പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ച് ആ യാത്രയിൽ പോവാം. പക്ഷേ ജെറൂസലേമിൽ ചെല്ലുമ്പോൾ ഞാൻ തീരുമെന്ന് ഇതിന്റെ തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ പ്രോഫസി പറയുന്നുണ്ട്. അഗവസ് പ്രവചിച്ചിട്ടുണ്ട്, ഈ അരയ്ക്ക് ബെൽറ്റ് ഇട്ടവൻ അവിടെ പോകുമ്പോൾ തീരുവ. ഈ അരക്കച്ചയുടെ ഉടമയെ യെരുശലേമിൽ ബന്ധിക്കും. അത് തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ നേരിട്ട് പ്രോഫസി പറഞ്ഞു. അപ്പോൾ തനിക്ക് അറിയാം അവിടെ ചെല്ലുമ്പോൾ അതോടെ മിഷണറി യാത്രയുടെ അവസാനമാണ്. അല്ല, അതുപോലെ സംഭവിക്കുകയും ചെയ്തു. തനിക്ക് അറസ്റ്റ് ഉണ്ടായി, പീഡനം ഉണ്ടായി. പക്ഷേ അതിൻ്റെ ഈ പറഞ്ഞ മിഷണറി യാത്രയുടെ അവസാനം താൻ പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് യെരുശലേമിലേക്കും പോകണമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. ഞാൻ അവിടെ ചെന്ന ശേഷം റോമയും കാണണമെന്നൊരാഗ്രഹം എന്ന് പറഞ്ഞു. ഞാൻ ഈ വചനം പലപ്പോഴും വായിച്ചെങ്കിലും ഇന്ന് തങ്കുപ്രത പറഞ്ഞപ്പോഴാണ് ഇത് ശ്രദ്ധയപ്പെട്ടത്. യെരുശലേമിൽ ചെന്നിട്ട് റോമും കാണണം. ഒന്ന് കണ്ടാൽ കൊള്ളാം. ഞങ്ങൾ 3 പേര് ഇരുന്ന് ഒരു വാക്ക് ഞാൻ പറയാം. നിങ്ങളുടെ നിസ്സാര ആഗ്രഹങ്ങൾ പോലും കേട്ട് അതിൻ്റെ മേൽ പ്രവർത്തിക്കുന്നവനായ യേശു. നിസ്സാര കാണണമെന്നാണ് പറഞ്ഞത്. പക്ഷെ യേശു ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തപരമായി ചെയ്യുന്നവൻ. നനച്ചതും ചോദിച്ചതും എന്താ? റോം ഒന്ന് കാണണം. പക്ഷെ യേശു നേരിട്ട് വന്ന പൗലോസിനോട് 23-ാം അധ്യായത്തിൽ വന്ന് പറയുക, 11-ാമത്തെ വാക്യത്തിൽ ഒരു നിരാശകരമായി കണ്ടാൽ തീർന്നു എന്ന് പറയുന്ന ജെറൂസലേമിലെ ഒരു അനുഭവം 10-ാമത്തെ വാക്യത്തിലുണ്ട്. 23:10 അങ്ങനെ വലിയ ഇടച്ചിലായതുകൊണ്ട് അവർ പൗലൂസിനെ ചീന്തിക്കളയുന്നു. സഹസ്രാധിപൻ മോബ് ലിഞ്ചിങ് എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ. എന്ന് പറഞ്ഞാൽ ഒരാളെ കൈകെട്ടി
ചീന്തിക്കളയും എന്ന നിലയിൽ നിൽക്കുമ്പം പട്ടാളക്കാർ പോയി രക്ഷിച്ചുകൊണ്ട് ഭ്രാന്ത് പിടിച്ച ആൾക്കൂട്ടം വന്ന പൗലൂസിനെ ഇപ്പം കീറിക്കളയുന്നു എന്ന് പറയുമ്പോൾ ആളുടെ ഒരു ആഗ്രഹം കിടപ്പുണ്ട്. അത് സ്വർഗം രജിസ്റ്റർ ചെയ്തിരിക്കുക, റോം കാണണമെന്നേ ഉള്ളൂ. പക്ഷെ കർത്താവ് അടുത്ത വാക്യം പേടിച്ചു. പടയാളികൾ ഇറങ്ങി വന്ന് അവനെ അവരുടെ നടുവിൽ നിന്ന് പിടിച്ചെടുത്ത് കോട്ടയിൽ കൊണ്ടുപോകാൻ കൽപ്പിച്ചു. രാത്രിയിൽ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്നു. ചിന്താകുലവനാകുമ്പോൾ അടുത്ത് നിൽക്കുന്ന കർത്താവിനെ കാണാൻ പറ്റുന്നില്ല. കർത്താവ് ഒരിക്കലും അകന്നിട്ടില്ല. ഞാനോ ലോകാന്ത്യത്തോളം നിങ്ങളോട് കൂടെ കാണുമെന്ന് പറയുന്നത് അത് യേശുവിന് നമ്മളോടുള്ള പ്രതിബദ്ധതയാണ്, വാഗ്ദത്തമല്ല. പലപ്പോഴും അല്ലേ നമ്മൾ പോലും ചിലപ്പം വറീഡാകുമ്പം ഈ യേശു കൂടെ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നത്തില്ല, നമ്മളെന്തോ ചെയ്യണം. പക്ഷേ ഈ വർഷം അവസാനിപ്പിക്കുമ്പോൾ, പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഉറപ്പ് കാണണം, എൻ്റെ കൂടെ കർത്താവ്. അവിടെ കർത്താവ് അവൻ്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്കുക. അടുക്കൽ നിന്നു എന്ന് പറയുമ്പോൾ അവിടെ ദർശനം എന്നോ സ്വപ്നം എന്നോ വെളിപ്പാടൊന്നും പറഞ്ഞിട്ടില്ല. അടുക്കൽ നിന്നെന്ന് ഇൻ പേഴ്സൺ ഹി വാസ് ദേർ. എന്നിട്ട് പറഞ്ഞ വാക്ക് ധൈര്യമായിരിക്കുക. നീ എന്നെ കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കേണ്ടതാണ്. ജെറൂസലേമിൽ വിശ്വസ്തത കാണിച്ചാൽ തലസ്ഥാനത്തിൽ കൊണ്ടു നിർത്തി. നീ ജെറൂസലേമിൽ എന്നെ ഒരു ഭയമില്ലാതെ, എവിടെയാണോ വിശ്വാസികളെ തകർക്കാൻ ശ്രമിച്ചത് അവിടെ നാണമില്ലാതെ, ലജ്ജ കൂടാതെ, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പൗലോസിന് റോം തുടങ്ങുന്നത് അങ്ങനെയാണ്. ആ ലജ്ജയില്ലെന്ന് പറഞ്ഞ യേശു പറയാം, നീ ജെറൂസലേമിൽ എന്നെക്കുറിച്ച് ഭയമില്ലാതെ ലജ്ജയില്ലാതെ സാക്ഷീകരിച്ചതുപോലെ നീ ഒരു അവസാനം ഒരു ആഗ്രഹം പറഞ്ഞായിരുന്നല്ലോ, റോം കാണണം. കാണുമല്ല, നീ അവിടെ പോയി കൈസറുടെ മുമ്പിൽ, മറ്റോടത്ത് പറയണം, കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. കൈസറിന്റെ മുമ്പിൽ നീ നിൽക്കും. റോമിൽ ചെല്ലുകയല്ല, അന്നത്തെ എന്തോ പറഞ്ഞു, ലോകം മുഴുവൻ ഭരിക്കുന്ന റോമൻ സീസറുടെ മുമ്പിൽ നിൽക്കുന്നു. അങ്ങനെ ഒരു സാമ്രാജ്യം ഇന്നില്ല. ഓർത്തയോ, ആ റോമൻ എംപയറുടെ അടുത്ത് പോലും വേറെ ഒന്നും വന്നില്ല. ബ്രിട്ടീഷ് എംപയറൊക്കെ വന്നെങ്കിലും റോമൻ എംപയർ സ്റ്റിൽ റിമെമ്പർ. ഇടയ്ക്കൊന്ന് കയറിക്കോട്ടെ. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു സാധാരണ ഒരാൾ ചിന്തിക്കുക, അമേരിക്ക ഒന്ന് കണ്ടാൽ കൊള്ളാം ജീവിതത്തിൽ. ഒന്ന് കർത്താവ് വന്നിട്ട് പറയാം, അമേരിക്ക കാണുകയല്ല, പ്രസിഡന്റ് ട്രംപിനോട് നീ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞാൽ ഇന്നൊന്ന് ചിന്തിക്കാൻ ഞാൻ. ഇന്ന് ഞങ്ങൾ 3 പേരും ഇരിക്കുമ്പോൾ 2 പേര് ഐക്യമത്യപ്പെടുത്തി, പക്ഷെ ഞങ്ങൾ 3 പേരും ഒറ്റ കാര്യത്തിൽ ഐക്യമത്യപ്പെടുക. ഒന്ന്, ഞങ്ങൾ ഇരിക്കുന്നത് നിങ്ങളെ ക്ഷണിക്കാനാണ്. 31-ാം തീയതിയുടെ മീറ്റിംഗ് ഈ 2026 യേശുവിനോട് കൂടെ നമുക്ക് ചേരണം. യേശുവിനോട് കൂടെ നമ്മൾ പ്രവേശിക്കണം. ജയകരമായൊരു ജീവിതത്തിന് കർത്താവിനോട് കൂടെ കൂട്ടായ്മ ആചരിക്കാൻ എവിടെയൊക്കെയാണോ വ്യതിചലിച്ചു പോയത് അതെല്ലാം പിൻപിലുള്ളതിനെ തള്ളി വീണ്ടും ആ കർത്താവിൻ്റെ ഫെലോഷിപ്പിൽ നടക്കാൻ. 1. 2, നിങ്ങൾ മനസ്സിൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതിനേക്കാളും അപ്പുറം കണ്ടാൽ മതിയെന്ന് പറഞ്ഞു കുപ്പയിൽ നിന്നും ഉയർത്തി രാജാക്കന്മാരുടെ കൂട്ടത്തിൽ ഇരുത്ത ചരിത്രമാണ് ഈ ബൈബിൾ. എല്ലാവരുടെയും ആട്ടിടയനായ ദാവീദ് രാജാവായിരിക്കുന്നു, യോസേപ്പ് ആട്ടിടയനായിരുന്നു, പൊട്ടക്കണ്ടിലിരുന്നു, പ്രൈം മിനിസ്റ്ററായി. ഈ വചനത്തിൽ എഴുതിയ എല്ലാവരും തന്നെ ദൈവത്തിൻ്റെ കൈ കൂടെ ഉണ്ടായി അവർ ഉയർത്തും. ഇന്ന് ഞങ്ങൾ 3 പേരും ഒറ്റ മനസ്സോടെ ഒരു പ്രവചനാത്മാവിൽ പറയാം, ആമേൻ. നിങ്ങൾ ഹൃദയത്തിലെ ആഗ്രഹം ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ, അത് നിർത്തിക്കേ. ഉണർന്നേ ക്രിസ്തുവിൻ്റെ പ്രകാശം നിങ്ങളുടെ മേൽ പ്രകാശിക്കും. ജീസസ്. ഉറങ്ങിക്കിടക്കുന്നവനെ മരിച്ചിടത്ത് നിന്ന് എഴുന്നേൽക്കുക, അങ്ങനെ ക്രിസ്തുവിൻ്റെ പ്രകാശം നിന്റെ മേൽ വരട്ടെ. എഫീഷ്യർ 5:14. മരിച്ചവരുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ ഇനിയും പ്രതീക്ഷയില്ല, അതുകൊണ്ട് ലോകപ്രകാരം എങ്ങനെയും അങ്ങ് ആകട്ടെ. അല്ലല്ല, നിന്റെ അകത്ത് നിധിയുണ്ട്, സൂക്ഷിച്ചു വെക്ക്. ക്രിസ്തുവിൻ്റെ പ്രകാശം വരുമ്പോൾ മഹത്വത്തെ റിഫ്ലക്റ്റ് ചെയ്യും. തോമസ് എന്ന് പ്രാർത്ഥിച്ചു. ഈ ഞങ്ങൾ ഇരിക്കുന്നിടം എല്ലാം തീർന്നെന്ന് വിചാരിച്ചിടത്താണ് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. ഈ പറഞ്ഞ വാക്കുകൾ റോണക്കും അത് കണ്ടതാണ്, കുഞ്ഞുനാളും അത്. ഇന്ന് രോഗസൗഖ്യങ്ങൾ നടക്കും. ഏത് പ്രതിസന്ധി നിങ്ങളൊന്ന് ഇതുപോലെ ആകുമോ എന്ന് ആഗ്രഹിച്ചെങ്കിൽ യേശുവിൽ ആഗ്രഹിച്ചു, അതിലും വലിയിടത്ത് റോമിൽ നിർത്തിയ കർത്താവ് നിർത്തും. ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന്
യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവ് ഇന്ന് ഈ വചനം കേട്ട മുഴുവൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആമേൻ. കർത്താവിൻ്റെ തൃക്കരം സൗഖ്യമാക്കാനും വിടുവിക്കുവാനും രാജാക്കന്മാരോട് ഇരുത്തുവാനും നീട്ടിയതിനായി സ്തോത്രം. തീർന്നു എന്ന് വിചാരിച്ച ഞങ്ങളെ വിടുവിച്ച കർത്താവെ, ഈ ഒരു വർഷത്തിൻ്റെ ഒടുവിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഈ മക്കളെ ഞങ്ങൾ അനുഗ്രഹിക്കും. ആമേൻ, ആമേൻ. കർത്താവെ, ഇന്ന് പിതാവെ, അങ്ങ് എന്നിലിരുന്ന് അങ്ങയുടെ വാക്കുകളാണ് പറഞ്ഞത്. ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല, അങ്ങ് ഞങ്ങളെക്കൊണ്ട് പറയിപ്പിച്ചത്. അത് ഏറ്റെടുക്കുന്നവർക്ക്, ആ വചനം വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന തൻ്റെ അളവറ്റ ശക്തി, യേശുവിൻ്റെ അളവറ്റ ശക്തി ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരിലും ഉണ്ട്. വിശ്വസിച്ചാൽ മതി. ഒരു സ്വിച്ച് ഓൺ ചെയ്യുന്ന പോലെ വായിക്കൂടെ ഏറ്റു പറയണം. എൻ്റെ ആഗ്രഹങ്ങളെ മുഴുവൻ കർത്താവ് സാധിക്കും. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഞാൻ സാധിക്കും. കർത്താവെ, തകർന്നിരിക്കുന്ന പ്രത്യേകിച്ചും യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വളരെ പ്രതികൂല സാഹചര്യങ്ങൾ, പ്രതികൂലമായ ഭവനങ്ങൾ, പ്രതികൂലമായ സാഹചര്യത്തിലൂടെ ആയിരിക്കും അവർ പോകുന്നത്. പക്ഷേ ഈ വിശ്വാസത്തിന് വേണ്ടി മുറുകെ നിൽക്കുമ്പോൾ അവർ പോലും ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം കർത്താവ് അത്ഭുതകരമായി ഇത് കർത്താവിനാൽ സംഭവിച്ചു എന്ന് പറയുമ്പോൾ കർത്താവ് ഉയർത്തും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. 31 4 ദിവസം കൂടെ ഉള്ളൂ. ബുധനാഴ്ച വൈകിട്ട് നെഹ്റു സ്റ്റേഡിയത്തിൽ 5 മണിക്ക്, കോട്ടയം നെഹ്റു സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 5 മണി മുതൽ ശുശ്രൂഷ ആരംഭിക്കും. സോ അതിന് മുമ്പേ തന്നെ വരണം. പുതുവർഷത്തിലേക്ക് നമ്മൾ ഒന്നിച്ച് കടക്കും, 2026ലേക്ക്. യേശുവിൻ്റെ കൈ പിടിച്ച്. യേശു എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചെല്ലും. അപ്പോൾ നമ്മൾ 30 എത്തുമ്പോൾ യേശു 1 നിൽക്കുകയാണ്. കയറി വരെ ഒരുക്കപ്പെട്ട മേശ, ഒരുക്കപ്പെട്ട വർഷം, അതിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സോ ഗോഡ് ബ്ലെസ് യു. വീണ്ടും കാണാം. ആമേൻ.